സൂറത്തുൽ ഹിജ്റ. ഈ മുസ്ലിയാരെ കൊണ്ട് ആ എന്തിന്റെ പേര് കിട്ടാൻ ഉല്ലാസൻ എന്ന് ചോദിച്ചാൽ അയാൾ ഇയാസിനെ ഓതിയതുകൊണ്ടല്ല, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഓതിക്കില്ല. ഇയാളെ ഇയാസിന്റെയും ഉല്ലാസിനെ ഓതിയാളാ. അപ്പൊ അവിടത്തുള്ള തഹ്ഖീഖുകളൊക്കെ കാണും. അതുകൊണ്ട് അയാളെ പിടിച്ചിരുത്തി നിങ്ങൾ ഓതിക്കോളും. വേണേ നമ്മൾ ഫീസ് കൊടുത്തേക്കാം. സൂറത്തുൽ ഹിജ്ർ. അയാളിങ്ങനെ ഈ ഫീസ് കിട്ടാൻ വേണ്ടി ഇവരടുത്തൊക്കെ പോവുക. സൂറത്തുൽ ഹിജ്ർ. ഹിജ്ർ സൂറത്തിൽ പറയുന്നതാണ്. ഹിജ്ർ എന്ന് പറയുന്നത് മദീന ഷരീഫിന്റെയും ഷാമിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്, ഒരു വാദിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തിസ്ഉൻ മക്കിയ്യത്തുൻ തിസ്ഉൻ വതിസ്ഉന ആയത്തൻ 99 ആയത്തുകളാൽ ആണ് ഇജ്മാഅൻ എന്നതിന്റെ അർത്ഥം. കേട്ടാ, മക്കിയ്യത്തുമാണ്, അതും ഇജ്മാഅ് തന്നെ, രണ്ട് ഇജ്മാഅ് തന്നെ. അതൊരു കാര്യമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ എന്ന്. അല്ലാഹു അഅലം, അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. അഅലമു ബി മുറാദിഹി, അവന്റെ ഉദ്ദേശം കൊണ്ട് അവനറിയാം. ബിദാലിക അലിഫ് ലാം മീം റാ എന്നതുകൊണ്ട് അവന്റെ ഉദ്ദേശമാണത് ഏത് എന്ന് അവനറിയാം. നമ്മളത് പറഞ്ഞു, ഭേദമായി പറഞ്ഞില്ല അത് കുറച്ചൊക്കെ. തിൽക്ക ഈ പറയാൻ പോകുന്നത്, തിൽക്ക ഐ ഹാദിഹിൽ ആയാത്ത് എന്ന് പറയും. ചിലപ്പോൾ ദാലിക ആയാത്തുൽ കിതാബ് എന്നും പറയും. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, അങ്ങനല്ലേ? അവിടെ ദാലിക്കാണ്. ദാലിക കൊണ്ട് ഉദ്ദേശം ആയത്തുകളാണെന്ന് വെച്ചാൽ പിന്നെ മുദക്കറാക്കി എന്തിനാണെന്നൊക്കെ ചോദിക്കും അവിടെ. കിതാബ് എന്നത് ഖബർ പിന്നീട് വരുന്നുണ്ട്, മുദക്കറാക്കി വിട്ട് പോയാണ്. തിൽക്ക എന്ന് പറഞ്ഞ മതി. തിൽക്ക എന്ന് പറഞ്ഞ പിന്നെ ആദികിൽ ആയാത്തൊന്നുമായി. ഈ പറയാൻ പോകുന്ന ആയാത്തുകൾ ആയാത്തുൽ കിതാബി, അത് ഖുർആൻ ഷരീഫിൽ നിന്നുള്ള ആയത്തുകളാകുന്നു. ഖുർആനും മുബീനുൻ എന്നല്ലേ? ഖുർആനുൻ അല്ലേ? സത്യാസത്യ വിവേചനത്തിൻ്റെതും ആകുന്നു. ഖുർആനും ആകുന്നു, വ്യക്തമായ ഖുർആനുമാകുന്നു, ബോധപ്പെടുന്നതും ആകുന്നു എന്ന്. ഹാദിഹിൽ ആയാത്തു ഐ ആയാത്തു ഹാദിഹി സൂറത്തി എന്നാണ്. മുദ്ഹിറുൻ ലിൽ ഹഖ് എന്നതാണ് മുബീൻ എന്നുള്ളത്. ഹക്കിനെ ദാഹിറാക്കും, എന്തിൽ നിന്നും ദാഹിറാക്കും, മിനൽ ബാത്തിലി, ബാത്തിലിൽ നിന്നും. അത്തുഫുൻ ബി സിയാദത്തി സിഫത്തിൻ. ആയാത്തുൽ കിതാബി എന്നതിനകത്ത് പിന്നെ ഖുർആനും പിന്നൊരു മുബീനും കൂടെ കൂട്ടിയപ്പം പിന്നെ അവരെ പറയേണ്ടി വന്നു. കിതാബ് കൊണ്ടും ഖുർആനും കൊണ്ടും രണ്ടിന്റെയും മുറാദ് ഒന്നാണെങ്കിലും ഇസ്മിൽ തഅദ്ദുദിന്റെ കാരണമുണ്ടായതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? രണ്ടായിട്ട് പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾ അത്തുപായിക്കോട്ടെ. ഖുർആനിൻ പിന്നെ അങ്ങനെ ആയിരിക്കോളി. ആയാത്തുൽ കിതാബിയാണ് ഖുർആനിൻ, ഖുർആനിൽ നിന്നുള്ള ആയാത്തുകളുമാകുന്നു. അപ്പൊ പിന്നെ ഖുർആനും കിതാബും തമ്മിൽ വേണ്ട അത്തുബ് നെക്കറമേൽ എത്തുപ്പാക്കാൻ പറ്റുമായിരിക്കും. അല്ല, മാരിപ്പമേൽ നെക്കറയൊക്കെ എത്തുപ്പാക്കാൻ പറ്റുമായിരിക്കും. നബിദിനായതുകൊണ്ട് എല്ലാം പൊട്ടേത് അല്ലേ? അതൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട. എന്താ എങ്ങനെയെങ്കിലും ഒരു തഗായിറ് വല്ല മുതഅത്തിബൈനിടയിലെ എങ്ങനെയെങ്കിലും ഒരു തഗായിറ് മതിയല്ലോ. വഫിൽ ബൈദാവി വ തൻഗീറുൽ ഖുർആനി ലിത്തഫ്ഖീമീൻ. പിന്നെന്താണ്? വകദാ തഅരീഫുൽ കിതാബി, അതും തഫ്ഖീമിന് വേണ്ടി, തഅലീമിന് വേണ്ടിയിട്ടാണ്. അതിനും കുഴപ്പമില്ല. ഖുർആനിൻ പൂർണ്ണമായ ഒന്നാണെങ്കിലും രണ്ട് പദമില്ലേ? അത്തുപിരിപ്പ് അതുപോലെ, അത്തുപിരിപ്പ് അതുപോലെയത് അതല്ലേ പറഞ്ഞ രണ്ട് പദമൊന്നും ഒരു പദമാണ്. നിങ്ങൾ ഈ തഗായിർ എവിടുന്ന പഠിച്ചു? ഈ കിതാബിന്റെ മൈന മക്തൂബ് എന്നാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ മക്റൂആണ്. അങ്ങനെ തഗായിർ പോലെ
എന്താ മുസ്ലിയാരെ? അല്ലല്ല, എഴുതപ്പെടുന്നതും ഓതപ്പെടുന്നതും ഒന്നല്ല, രണ്ടാണ്. മഫ്ഹൂമ് മുഗായറുണ്ട്, ലഫ്ദ് മുഗായറുണ്ട്, എല്ലാം ഉണ്ട്. മിസ്ദാഖൊന്ന മിസ്ദാഖൊന്നാവുന്നിടത്ത് അത്വ് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് മുഗായറത്ത് വേണം. അതൊരു ലഫ്ദിയായ മുഗായറത്തുണ്ട്. കിതാബ് എന്ന് പറയാ മക്തൂബിന്റെ വരക്കാണ്, ഖുർആൻ എന്ന് പറയാ ഖുർആൻ മക്റൂവിന്റെ വരക്കാണ്. അങ്ങനെയൊക്കെ പോരായോ? എന്താണ് ഉസ്താദെ നിങ്ങള്? അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വായിച്ചെന്നല്ലേ, ഇതിനകത്ത് കിടക്കുന്നല്ലോ. എന്താണ് ഇന്നമാ സാഗൽ അത്തുഫു വഇൻകാനൽ മുറാദ് മിനൽ കിതാബി വൽ ഖുർആനി വാഹിദൻ ലിഅജലി തഅദ്ദുദി ഫിൽ ഇസ്മി. ഒന്ന് കിതാബാണ്, മറ്റൊന്ന് ഖുർആനാണ്. മാസിദ് ഒന്നായാൽ അത്തുഫ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടോ? എന്താണ് ഇയാള്? പിന്നെ നമ്മളിന്ന് ജമ്മക്ക് പോയത് കൂട്ടരാണ്. ഇവിടെ ഊമനത്തെ ഇടുന്ന ആരൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞില്ലേ, എല്ലാത്തിലും വേണ്ടാതൊക്കെ പറഞ്ഞില്ലേ മറ്റൊക്കെ ഇല്ലേ? പിന്നെന്താ നിങ്ങളിങ്ങനെയൊക്കെ കിതാബ് വീട്ടിൽ ചോദിച്ചാലുള്ള വിഷമാണ്. അല്ലെ പിന്നെ നാടന്മാര് വെച്ച പിന്നെ അതിനൊരു അർത്ഥമുണ്ട്. മുളുഹിറുൽ ഹഖ് മിനൽ ബാത്തിലി അത്തുഫ്. നമ്മളെ കോളേജിനെ പറ്റി പരാതി അറിയിപ്പിക്കല്ലേ? അത്തുഫ് നമ്മളെ കോളേജിന് പവറുണ്ട്. അപ്പൊ നിങ്ങളത് ഇല്ലാതായിക്കളല്ലേ? ഈ ആയത്താണല്ലേ ചങ്ങായിക്ക് ഓർമ്മ എന്ന് പറഞ്ഞില്ലേ മരിക്കാൻ നേരത്ത്? ഇവന് സഖായുടെ ചരിത്രം പല നേരത്ത് പറഞ്ഞിട്ടില്ലേ? ഓസുല്ലാൻ തമ്മിൽ ചരിത്രം പറയുമ്പോ ഇവന് സഖായും ഓസുല്ലാനും ഔലിയാക്കന്മാരെ കാണാൻ പോയപ്പോൾ ചരിത്രമൊക്കെ പറഞ്ഞില്ലേ? ഇതെന്റെ മുഖത്ത് ഞാൻ കുഫറിന്റെ അടയാളം കാണുന്നൊക്കെ പറഞ്ഞേ. അവൻ ഹാഫിളായിരുന്നല്ലോ. ഹാഫിളായിരുന്നു, പ്രാസംഗികനായിരുന്നു, വാദപ്രതികാരം നടത്തിയെന്ന് ഭയങ്കര എല്ലാമായിരുന്നു. പക്ഷെ ലാസ്റ്റെന്തായി പോയി? നസ്രാനിയെ കെട്ടിപ്പോയില്ലേ? നസ്രാനിയായ പെണ്ണ് ചാക്കിട്ട് കോള് ഭർത്താവിന്റെ അവൻ ചാവാൻ നേരത്തെ അവനോട് ചോദിച്ചു വല്ല ആയത്തും ഓർമ്മയുണ്ടോന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞു ഇതുണ്ടെന്ന്. റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ എന്നായത്. അത് മാത്രമേ ഓർമ്മയുള്ളൂ ഖുർആൻ ശരീഫ്. മനസ്സിലായേ? റുബമായ വദ്ദുല്ലദീന ചിലപ്പോ കൊതിക്കാൻ മതിയാകും. റുബമ രണ്ടും പറഞ്ഞോളൂ. യവദ്ദു കൊതിക്കും. അല്ലദീന കഫറു ആയൊരു കൂട്ടർ യൗമൽ ഖിയാമയിലാണ് ഇദാ അയനു ഹാലഹും വഹാലൽ മുസ്ലിമീൻ, അവരുടെ അവസ്ഥയും മുസ്ലിമീങ്ങളുടെ അവസ്ഥയും നേരിൽ അവർ കാണുമ്പോൾ അവർ കൊതിക്കും. എന്തു കൊതിക്കും? ലൗകാനു മുസ്ലിമീനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. റുബ ലിത്തക്സീർ, ഒരുപാട് പെരുക്കുമെന്ന്. എന്താ അപ്പൊ ഒരുപാട് പെരുക്കാൻ അന്നേരമൊക്കെ അവർക്ക് സമയമുണ്ടോന്ന് ചോദിക്കും. അസാലല്ല. അപ്പൊ ഇന്നമായക്കത്തുറുമിന്നും തമന്നി ദാലിക്കാന്ന് ഈ കൊതിക്കൽ അവരിൽ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിക്കോട്ടെ. വക്കീലി തഖ്ലീൽ, തഖ്ലീലിനാണ്. അപ്പൊ തഖ്ലീലിനാന്ന് പറയുമ്പോൾ വല്ലപ്പോഴേ കൊതിക്കുള്ളൂന്നായി. അപ്പൊ പിന്നെ ബാക്കിയുള്ള സമയം എന്താന്ന് ചോദിക്കും. ബാക്കിയുള്ള സമയം ഇപ്പൊ ഇന്നല്ല അഹ്വാല തദ്ഹുസുഹും, ഖിയാമന്നാളിന്റെ ഭയാനതകൾ അവരെ വേജാറിലാക്കുമ്പോ പിന്നെ കൊതിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ തന്നെ എല്ലാ സമയത്തും ഫലാ യുഫീഖൂന, അപ്പൊ അവര് ബോധമുള്ളവരാവുകയില്ല. ചില സമയത്ത് മാത്രമല്ലാതെ അത്തായത്ത മന്നൂദാലിക്ക. അപ്പൊ ഇത് അവർ കൊതിക്കും. ഇല്ലാ ഫി അഹ്യാനിൻ ഖലീലത്തിൽ ഉണ്ടാ ദർഹും, തങ്ങൾ അവരെ ഒഴിവാക്കി. യഅ്കുലു, തിന്നും കുടിച്ചും കടന്നോട്ടെ, നിങ്ങൾക്കെന്താണ്? യഅ്കുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമലു ഫസൗഫ യഅലമൂൻ. ഊഹിന്റെ മാപ്പ തങ്ങൾ ഒഴിവാക്കും. ദർഹും വദറയദറു അല്ലമറു മിൻഹു ദർ, തങ്ങൾ ഒഴിവാക്കും കുഫാറിനെ. ഉത്റുക്കുൽ കുഫാർ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅ്കുലു, അരങ്ങനെ ഒഴിവാക്കും. ഐറ്റുകൾ തിന്നും കുടിച്ചും നടന്നോളും എന്ന് കുറച്ച് സുഖം എടുത്തോട്ടെ. വയതമത്തഉ ദുനിയാഹും വയുൽഹിഹിം, അവരെ ഇശ്ഗലുഹും എന്നിടാ, അവരെ ജോലിയാക്കി കളഞ്ഞു. ഇശ്ഗലുഹും ഒക്കെ പറയാം.
അവരെ ജോലിയാക്കി കളഞ്ഞു. അൽ അമലു ഐ എന്തുകൊണ്ടുള്ള അമല് ബിതൂലിൽ ഉമരി ഒരുപാട് നാള് ജീവിക്കണം, വഗൈരിഹി കൊണ്ടും വേണ്ട. അങ്ങനെ കുറെ കൊതിച്ചിങ്ങനെ അവരെ ജോലിയാക്കി, എന്തിനേയും വിട്ട് ജോലിയാക്കി. അനിൽ ഈമാനി അല്ല സൗഫയഅലമൂൻ പിന്നീട് അവരറിയും. തങ്ങളവരെ ഒഴിവാക്കി ഞങ്ങൾക്ക് എന്ത് വേണം? യുൽഹിഹിം ഒന്നാമത്തെ ആള് ഫീലിന്റെ ആണ്, രണ്ടാമത്തെ ആൾ മഫ്ഊൽ ബിഹിയാണ് കേട്ടാ. യുൽഹിഹിമുൽ അമലു യുൽഹി അവിടെ കസറൻ എപ്പോഴും. പിന്നെ മറ്റിടത്ത് വേണമെങ്കിൽ യുൽഹി ഹുമുൽ അമലു എന്നും യുൽഹി ഹിമുൽ അമലു എന്നും രണ്ട് ഖിറാഅത്തും ഓതിയിട്ടുണ്ട് ഏട്ടാ. പിന്നെ ബിതൂലിൽ ഉണ്ടി എന്തിനു വേണ്ടിയുള്ള കൊതിന ബാനിലാമിന്റെ മനോൽക്കാം ഏട്ടാ. വയുൽഹിഹിമുൽ അമലു വത്തവഖുഉ ലിതൂലിൽ അഅ്മാൽ എന്നാണ് അബൂ സഊദിന്റെ ഇബാറത്തുള്ളത്. ബിതൂലി അല്ല ലിതൂലി. അൽ അമലു എന്തിനു വേണ്ടിയുള്ള അമല്, എന്തുകൊണ്ടുള്ള അമലല്ല, എന്തിനുള്ള അമല്. അമല് കൊതി തൂലിനുള്ള അമല് എന്ന്. വമാ അഗ്ലക്നാ മിൻ ഖറിയത്തിൻ ഒരൊറ്റ നാടിനെയും നമ്മൾ ഇഹ്ലാക്ക് ചെയ്തിട്ടില്ല. ഉരീദു ബിഹാ ഉരീദ അഹ്ലുഹാ ഉദ്ദേശിക്കപ്പെട്ടു. അഹ്ലുഹ കറിയയുടെ നാട്ടുകാരാണ്. കറിയെ നശിപ്പിക്കാൻ കറിയുടെ ആൾക്കാരെ നശിപ്പിക്കാണ് ഏട്ടാ. ഇല്ലാ വലഹ ആ കറിയ്ക്ക് ഉണ്ടായിട്ടല്ലാതെ കിതാബുൻ മഅലൂമൻ അറിയപ്പെട്ട ഒരവധി അന്ന് അദാബ് വരും. അജലുൻ മഅലൂമനായി മഹദൂദുൻ ഇഹ്ലാഖിഹിം മാ തസ്ബിഖു ഉമ്മത്തുൻ അജലഹാ വമാ യസ്തഗ്ഫിറൂൻ. വമാ തസ്ബിഖു മിൻ ഉമ്മത്തി ഒരു ഉമ്മത്തും എന്താവുകയില്ല, മുൻകടക്കുകയില്ല. അജലഹാ അതിന്റെ അവധിക്ക് മുമ്പ്, അതിന്റെ അവധിക്ക് മുൻകടക്കുകയില്ല. വമാ യസ്തഗ്ഫിറൂൻ പിന്തിക്കുകയുമില്ല. യതഅഖറൂനാണ്. وقالوا അവർ പറഞ്ഞു, കുഫാർ മക്ക പറഞ്ഞു, ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി الذിക്ർ ഇന്നക ലമജ്നൂൻ ലൗ മാ തഅതിനാ ബിൽ മലായികതി ഇൻ കുൻത മിനസ് സ്വാദിഖീൻ മാ നുസ്സില അൽ മലായിക ما تنزل الملائكة إلا بالحق وما كانوا إذا منظرين. അവരൊന്നും ഇറക്കി നോക്കണ്ടേ, ഞമ്മൾ എന്നോട് തൂഫാനായി കളയത്തില്ല, അതുകൊണ്ട് ഇറക്കാത്തത് എന്താ. യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി الذിക്ർ ഓ ഒരു മനുഷ്യ, ഒരാളെ അയാളുടെ മേലാണ് ഈ ഖുർആൻ ഇറക്കപ്പെട്ടത്. ഇറക്കപ്പെട്ടെന്ന് അവൻ അംഗീകരിച്ചില്ല. ഇറക്കപ്പെട്ടെന്ന് പറയുന്നത് അദ്ദേഹം വാദിച്ചനുസരിച്ചല്ല. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നുമില്ല, വിശ്വാസമൊന്നുമില്ല. ഇന്നക്കല മജ്നൂൻ നിങ്ങൾ പ്രാന്തനാണ് എന്നവര് പറയും. ലൗമാത്തത്തിന പിന്നീട് അവർ വാക്കാണ് പിന്നെയും ലൗമാത്തത്തിന എന്തേ നിങ്ങൾ കൊണ്ടുവരാത്തത് ബിൽ മലായികത്തി മലായികത്തുകളെ എന്തേ കൊണ്ടുവരാത്തത്. മലായികത്തിന് എന്തിനാ കൊണ്ടുവന്ന് വെച്ചാൽ അയാൾ മലായികത്തൊന്ന് പറയട്ടെ എന്ത് നിങ്ങൾ നബിയാണെന്ന്, അതാണ് എന്റെ അർത്ഥം. അല്ല മലായികത്തിന് ഇവിടെ ഫോട്ടോസ്റ്റാറായിട്ട് കൊണ്ടുവരുത്താനല്ല, പ്രോട്ടോകോളായിട്ട് അവര് വന്നിട്ട് പറയട്ടെ നിങ്ങൾ നബിയാണെന്ന് എന്ന് അവരാവശ്യപ്പെടുക. എന്ത് ചെയ്യാന്? മിനസ്വാദിഖീന ഫീ ഖൗലിക ഇന്നക നബിയ്യുൻ ഫഇന്ന ഹാദൽ ഖുർആന മിൻ ഇൻദില്ലാഹ് എന്നൊക്കെ നിങ്ങൾ പറയുന്നല്ല. ഞാൻ സാക്ഷ്യപ്പെടുത്തി. നിങ്ങൾ സാക്ഷിയുണ്ടോ? സനതുണ്ടോ?
സനതി ചോദിക്കൽ പണ്ടും അങ്ങനെ പണ്ടേ ഉണ്ട് സനതി ചോദിക്കൽ. ഷേറെ പറഞ്ഞ പോയിരുന്നോ? ഒന്നുമില്ല, സബക്കുണ്ടായിരുന്നോ? പരീക്ഷ ഷേഖിനെ പോയോ? റൈസിലും പോയോ? പിന്നെ ഇവിടെ ഉള്ളവർക്ക് എന്നോട് ദേഷ്യ, ഞാൻ വിടാത്തോണ്ട്. ഇന്നില്ല കാലല്ലാഹു തആല. ഇനി നമ്മൾ പറഞ്ഞ ഷേറെ പറക്ക് അടിപൊളിയായിട്ട് പോയി കാണാൻ പറ്റും. പോയി കണ്ടോളൂ, നമ്മൾ അനുവാദം തരാം. നമുക്ക് യഖീനായത് മറ്റേത് യഖീനില്ലാതൊന്നുമല്ല. ദൂരെ നിന്നിങ്ങനെ കാണാൻ അവിടെ ഷേറന്മാരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ വഹം ചെയ്ത് പോകാനേ പറ്റും. കാണാൻ അടുത്ത് പോയാലേ കാണാൻ പറ്റും. ഷേറല്ലേ, ഷേർ ഇങ്ങനെ ദൂരം ഇങ്ങനെ എത്ര ദൂരം അപ്പുറത്ത് കാണാൻ പറ്റും. മൂപ്പരടുത്തുണ്ട്, അങ്ങനെ പലയിടത്തുണ്ട്. വെളിവാക്കാന്നും മേക്കില്ല. يا أيها الذي نزل عليه الذكر إنك لمجنون لو ما تأتينا എന്തേ അയാൾ കൊണ്ടുവരാത്തത് ബിൽ മലായിക്കത്തി. ഇതൊക്കെ മജാസിയായ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാൻ പറ്റുമോ? നബി തങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിനെ കൊണ്ടുവരുക. ഈ മുസ്ലിം മാഹിദ് നൂബ് എന്ന് റസൂലിനെ പറ്റി പറഞ്ഞല്ലോ സലാം ബൈത്തില്. എങ്ങനെ റസൂലിനാണ് മാഹിദ് കലാം? എത്ര മജാസാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ദുൽഖർണിയുടെ ചരിത്രം അവസാനം പറഞ്ഞില്ലേ സൂറത്തുൽ ഗഫീർ? അമ്മാമൻ ളലം ഫസൗഫ നുഅദിബുഹു അദാബൻ നുക്റൻ. നാം അദാബ് ചെയ്യുന്നു പറഞ്ഞില്ലേ? അദാബ് അല്ലാഹുവിനല്ലേ ഉള്ളൂ. അതൊക്കെ ഒന്നും ഓതണ്ട. വെള്ളിയാഴ്ച ഒന്നും ഓതില്ല. SSF എന്ന് പറഞ്ഞാൽ നടത്താൻ എന്ത് ചെയ്യും? അപ്പൊ ഇന്നക്കല മജ്നൂൻ ലൗ മാ തഅതീനാ ബിൽ മലായിക. എന്തേ മലായികത്തെ നിങ്ങൾ കൊണ്ടുവരാത്ത? ഇൻകുന്ത മിന സാദിഖീന ഫീ ഖൗലിക ഇന്നക നബിയ്യുൻ വ ഇന്ന ഹാദൽ ഖുർആന മിൻ ഇൻദില്ലാഹി തആല. ഖാല അല്ലാഹു തആല പറയാ വമാ തനസ്സലുൽ വമാ നുനസ്സിലൂന്നാണ്. അങ്ങനെയാണ് വേണ്ടത്. പോട്ടെ. വമാ തനസ്സലുൽ മലായികത്തു, മലായികത്തുകൾ ഇറങ്ങുകയില്ല ഇല്ലാ ബിൽ ഹഖി. അവിടുത്തെ ഹക്കിന്റെ അർത്ഥം എന്തോ? ബില്ലദാബിദാബ്. ഹക്കിന് പലതും പല മേനകളാ. അവരിറങ്ങിയാ പിന്നെ നിങ്ങളിവിടെ കാണില്ല ചങ്ങായിമാരെ. അച്ഛനെ രക്ഷപ്പെടുക്കും. റസൂലുള്ളാഹിന്റെ പിന്നെ മിണ്ടാതെ കുത്തിരിക്കും. നിങ്ങളെന്ത് പറഞ്ഞാലാ ചിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അലിഫ്ലാബിറ ഇതെന്തോ അലിഫ്ലാഹി 71 കൊല്ലേ ഉള്ളൂ. അപ്പൊ റസൂൽ ചിരിച്ചു കൊടുത്തു. റസൂലുള്ള അങ്ങനെയാണ്. റസൂലുള്ള എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് പ്രത്യേക റിയാക്ഷൻ എടുക്കില്ല. റസൂലുള്ള മലായിക്കത്ത് അങ്ങനല്ല. ഐറ്റിങ്ങക്ക് വെട്ടെങ്കിൽ 2 മുറി കേൾക്കുന്നില്ല, അന്നേരം തന്നെ തൂഫാനാക്കും. അതുകൊണ്ട് മലായിക്കത്ത് ഇറങ്ങുമ്പോ അങ്ങനെ വരത്തുള്ളൂ. എന്തോ പറയുന്നത്? എന്താ അവരുടെ ഡ്യൂട്ടി ഏതാണ്? അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഏതാണ്? ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും. തിരിഞ്ഞോ? അവരുടെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. അവർക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. പോലീസുകാർക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് ഏൽപ്പിച്ച് നമ്മൾ അടിച്ച് തൂഫാനാക്കി. പ്രഖ്യാപനം പ്രഖ്യാപിച്ച പിന്നെ അവിടെ വേറെ നോട്ടമില്ലല്ലോ. അതാണ് എന്റെ ഇല്ലാ ബില്ലാഹി വമാ കാനു. അതാ അല്ലാഹു തആല തന്നെ പറയട്ടെ, വമാ കാനു ആ മലായികത്താവുകയില്ല ഇതൻ. വമാ കാനു ഈ ഖൗമാവുകയില്ല ഇതൻ മലായികത്തുകൾ ഇറങ്ങിയാൽ മുൻവരീല. പിന്നെ പ്രതീക്ഷിക്കപ്പെടണ്ട, പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് മണ്ണൂരിലേക്ക് പോകും. എന്തോ പറയത്? അതാണ് അള്ളാന്റെ ചോദ്യം. ഐ മുഅഖരീന ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ. നമ്മളാണ് ദിക്റിനെ ഇറക്കിയത്. പിന്നെയോ ഇന്നാ ലഹു ലഹഫിളൂൻ. നമ്മൾ തന്നെയാണ് അതിനെ ഹിഫ്ള് ചെയ്യുന്നതും. മിന തബ്ദീൽ വത്തഹരീഫ് വസ്സിയാദ വന്നഖ്സ്. ലോകത്തേത് വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തിരിമറി നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തിരിമറി നടക്കത്തില്ല. അതാണ് ഖുർആൻ ശരീഫിന്റെ പ്രത്യേകത. അള്ളാഹു ഏൽപ്പിച്ചതാണ്. അള്ളാഹു പറയാം ഇന്നാ ലഹു ലഹഫിളൂൻ. എങ്ങനെയൊക്കെ തിരിമറി നടത്തിയാലും അന്നേരം കണ്ടുപിടിക്കും. വേഗം മുസാഫ് കണ്ടിട്ടു ഒരു വിധേന. അതാണ് നമ്മുടെ ഖുർആൻ ശരീഫിന്റെ ഖുസൂസിയത്ത്. ഒരക്ഷരം റസൂലിന്റെ ഓദ്യം മുതൽ ഇന്നേ വരെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കൂടുതലില്ല കുറവുമില്ല. അതാണ് ഖുർആന്റെ പ്രത്യേകത. നമ്മുടെ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാണ്. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക ഫീ ശിയഇൻ ഫിൽ അവ്വലീൻ.
وما كان يأتيهم من رسول إلا كانوا به يستهزئون كذلك نسلكه في قلوب المجرمين لا يؤمنون به فقد خلت سنة الأولين ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. ഇനി നാളെ രാവിലെ വരെ ഒഴിവും തോന്നുന്നു വരാം. അതൊക്കെ വൃത്തിയാക്കി ശരിയാക്കി